നമ്മളെ നാട്ടിലിപ്പോൾ നല്ല ചൂടാണല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. പാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഡ്രിങ്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതെൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ പാഷൻ ഫ്രൂട്ടാണ്. അച്ഛനും അമ്മയ്ക്ക് വരുന്ന സമയത്ത് ഇവിടെ UAE കൊണ്ടുവന്നതാണ്. എൻ്റെ വീട്ടിൽ പൂത്ത് നിൽക്കുന്ന കുറച്ച് പാഷൻ ഫ്രൂട്ടാണ് ഇതൊക്കെ. ഞാൻ ഈ ജ്യൂസിൽ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണണം. അപ്പോൾ ഈ വീഡിയോയിലൂടെ കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായി ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള 6 പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ട് തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ പാഷൻ ഫ്രൂട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിൻ്റെ ഉള്ളിലുള്ള പൾപ്പൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അതിനായി നമുക്കിതൊരു ബ്ലെൻഡറിലേക്ക് മാറ്റാം. ഇതിലോട്ടേക്ക് ഒരു ഫ്ലേവറിനായി നമുക്ക് 2 ഏലക്കായ, 2 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ജ്യൂസൊക്കെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. നമ്മൾ ജ്യൂസൊക്കെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കണ്ടേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പഞ്ചസാര ഇതിൽ ഇട്ടിട്ടില്ല. അപ്പോൾ അതിന് പകരം ഞാനിവിടെ ഹണിയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 4 ടേബിൾ സ്പൂണോളം ഹണി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഹണി ഇല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് ഇത് നേർപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഐസ് വെള്ളമാണ്. അതിൽ കുറച്ച് ഐസ് ക്യൂബ്സും ഇട്ടിട്ടുണ്ട്. നമ്മളെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അതിനായി ഞാനൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് 2 പുതിനയുടെ ഇല ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിനയുടെ ഇലയും കൂടി വെച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരുപാട് ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട്. ഇത് വൈറ്റമിൻ എയുടെയും വൈറ്റമിൻ സിയുടെയും നല്ലൊരു കലവറയാണ്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.